എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലെ പുതിയ പുലരിയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നേരം വെളുത്തിട്ട് പോലുമില്ല, ഇപ്പോഴും അതിനൊന്നും യാതൊരു മാറ്റവും ഇല്ല. 6 മണി കഴിഞ്ഞാലൊന്നും നേരം വെളുക്കൂല, 6:15 കഴിയണം. ഞാൻ മനസ്സിൽ വിചാരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇനിയിപ്പം ജനുവരിയൊക്കെ ആകുമ്പോഴേക്കും 6 മണി കഴിയുമ്പോഴേക്കും നേരം വെളുക്കുമെന്നാണ്. എവിടെ, അപ്പോൾ ഇനി കുറച്ച് നാളും കൂടെ കഴിയുമ്പോഴേക്ക് കുറച്ചും കൂടെ മുന്നേ നേരം വെളുക്കുമായിരിക്കും. അപ്പോൾ എൻ്റെ പതിവ് കാഴ്ചകളൊക്കെ തന്നെയാണ്. എനിക്ക് വേറെ ഒന്നും നിങ്ങൾക്കായിട്ട് കാണിക്കാനായിട്ടും ഇല്ല. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ എന്നും ഇതൊക്കെ തന്നെയാണ് കാണിക്കാനായിട്ടുള്ളതും. അപ്പോൾ രാവിലെ തൂത്തുവാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കാനായിട്ട് കയറിയത്. കുളിച്ച് വിളക്ക് കത്തിക്കാനായിട്ട് ഇരുന്നപ്പോഴേക്കും കേശു എണീച്ച് ഉറക്കം എഴുന്നേറ്റുണ്ടായിരുന്നു. രാവിലെ ഉറക്കം എഴുന്നേറ്റ് അച്ഛൻ്റെ തോള കയറി വന്നതാണ്. പിന്നെ എല്ലാവരും പറയണുണ്ട് തോർത്ത് തലയിൽ കെട്ടിയിട്ട് വിളക്ക് കത്തിക്കരുതെന്ന്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തായാലും ആ ശീലം അങ്ങ് മാറ്റി. ഇപ്പോൾ തോർത്തൊക്കെ മാറ്റിയതിന് ശേഷമാണ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥനയൊക്കെ നടത്താറുള്ളത്. എന്തായാലും അതൊരു നല്ല കാര്യം തന്നെയാണ്. നമ്മൾ തോർത്തെന്ന് പറയുമ്പോഴേക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യണതാണല്ലോ അല്ലേ. തല തോർത്താൻ മാത്രമുള്ള കാര്യമല്ലല്ലോ. നമ്മളെപ്പോഴും കൈ കഴുകിയാലും ചിലപ്പോൾ മീൻ കട്ട് ചെയ്തിട്ടായിരുന്നാലും കൈ കഴുകിയിട്ട് ഓടി വന്ന് തോർത്തിലായിരിക്കും അങ്ങ് തുടയ്ക്കണത്. പിന്നെ ആ സമയത്തൊന്നും അത്രയും അങ്ങ് ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ ഓരോരുത്തരെ നമ്മൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോഴാണല്ലോ നമ്മളൊന്ന് റീതിങ്ക് ചെയ്യണത്, ചെയ്ത കാര്യങ്ങളിൽ എന്തൊക്കെ നല്ലതുണ്ട് ചീത്തയുണ്ടെന്നൊക്കെ. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് ആദ്യത്തെ ഭഗവാനെ തൊഴുതതിന് ശേഷം ഒന്ന് പുകയൊക്കെ കൊടുക്കണുണ്ട്. അപ്പോൾ എൻ്റേതാ ഈ ഒരു സാമ്പ്രാണി കട്ടയുണ്ടല്ലോ, ഈ ഒരു സംഭവം ഏകദേശം കഴിയാറായി. ഇനിയിപ്പോൾ അടുത്ത് വീണ്ടും വരുത്തണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. കയറിയ പാടെ ചോറിനുള്ള വെള്ളമാണ് അടുപ്പത്തിട്ട് അതപ്പോൾ ഏകദേശം നമ്മളെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വെള്ളം അങ്ങ് ഏകദേശം നല്ല തിളയ്ക്കാറാവും. പിന്നെ അരിയിട്ട് കൊടുത്ത് അപ്പോൾ ആ ഒരു കാര്യം അങ്ങ് പെട്ടെന്ന് കഴിയുമല്ലോ. പിന്നെ ഇന്ന് രാവിലെ കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കാപ്പിയാണ് ഇട്ടത്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ രാവിലെ ചായയല്ലേ കുടിക്കണത്. അപ്പോൾ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ ചിലപ്പോൾ കോഫി ഉണ്ടാക്കാറുണ്ട്. എനിക്കാണെങ്കിൽ അതിൽ പരം ഒരിഷ്ടം വേറെയില്ല. ഭയങ്കര ഇഷ്ടമാണ് കോഫി കുടിക്കുന്നത്. പക്ഷേ ഇവിടെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കോഫി മാത്രമേ കുടിക്കുള്ളൂ. അത് പാലൊഴിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മയ്ക്കാണെങ്കിലും അമ്മ കുടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്കായിട്ട് മാത്രം മാറ്റിയും തിരിച്ചുമൊക്കെ ഇടാനായിട്ടുള്ള പാട് കരുതിയാണ് അങ്ങ് ചായ തന്നെ കുടിക്കണത്. അപ്പോൾ കണ്ടില്ല, ഇതൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും അരി തിളച്ചിട്ടുണ്ട്. പിന്നെ അനന്തു ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അനന്തുവിനും ഇതൊക്കെ എല്ലാം ഓക്കെയാണ്. അങ്ങനെ രാവിലെ അനന്തുവിനും ഒരു കാപ്പി കൊടുത്തതാണ്. ഇനി ഞാനും കാപ്പി കുടിക്കട്ടെ. ഒരു സമാധാനമായിട്ടിരുന്ന് ഒന്ന് ആസ്വദിച്ച് വേണം രാവിലത്തെ കാപ്പി അല്ലെങ്കിൽ ചായ കുടിക്കാനായിട്ട്. ഇല്ലെങ്കിൽ എന്തോ പോലെയാണ് ഈ വെപ്രാളത്തിൽ ചായയും കാപ്പിയും കുടിക്കുമ്പോൾ നമുക്ക് എന്തോ പോലെയല്ലേ. അപ്പോൾ ഒന്ന് ആസ്വദിച്ച് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. ഇനി രാവിലെ തന്നെ എല്ലാത്തിനും അന്നത്തേക്കുള്ള തേങ്ങ അങ്ങ് തിരുവി വെച്ചിരുന്നാൽ ഒരു വലിയ ജോലി അങ്ങ് കഴിയുമല്ലോ. അപ്പോൾ അതിനായിട്ട് തേങ്ങ ഉടയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ തേങ്ങയും കഴിയാറായി. ഇനിയിപ്പോൾ വാങ്ങിയാലേ ഉള്ളൂ, ലാസ്റ്റ് തേങ്ങയാണിത്. അപ്പോൾ അതിനെ ഉടച്ചങ്ങ് തിരുവി വെച്ചിരുന്നാൽ ബാക്കി ജോലിയൊക്കെ ബാക്കി ജോലി എന്ന് പറഞ്ഞാൽ ബാക്കി ജോലികളെല്ലാം പെട്ടെന്ന് അങ്ങ് ചറപറ അങ്ങ് തീർന്നോളും. അങ്ങനെ എല്ലാവരും എഴുന്നേറ്റൊക്കെ വന്നിട്ടുണ്ട്. കേശു ആണെങ്കിൽ കാവടിയിലെന്ന് വാങ്ങിയതാണ് ഒരു മാസ്ക്. അത് വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ എപ്പോഴും ഉണർന്നാലും ഉറങ്ങാൻ നേരവും എല്ലാം അവൻ ആ മാസ്ക് വേണം. കണ്ടില്ലേ, അവൻ്റെ മാമ വാങ്ങിക്കൊടുത്ത മാസ്കാണ്. ആദ്യം മാസ്ക് വയ്ക്കാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ ഈ ക്രിസ്മസിൻ്റെ തന്നെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷങ്ങളൊക്കെ വാങ്ങി. പക്ഷേ ആൾക്ക് മാസ്ക് വാങ്ങാനായിട്ട് പേടിയായിരുന്നു, അതുകൊണ്ട് വാങ്ങിയില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറേ വീഡിയോസൊക്കെ മോൻ തന്നെ കണ്ടപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ മാസ്ക് ഒക്കെ വെച്ചിരിക്കണല്ലേ. അപ്പോഴേ ഇങ്ങനെ പറയുമായിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു മാസ്ക് വാങ്ങിത്തരണേന്ന്. അപ്പോൾ ഉത്സവത്തിന് വന്നപ്പോഴേക്കും അതും അവന് കിട്ടി. ആദ്യം ഇത് കണ്ടപ്പോൾ ഭയങ്കര പേടിയായിരുന്നു, വെക്കുകയൊന്നും ഇല്ലായിരുന്നു. പിന്നെ പതിയെ അങ്ങ് വെച്ച് തുടങ്ങി. ഇപ്പോൾ അത് വെച്ചിങ്ങനെ എല്ലാവരെയും പേടിപ്പെടുത്തി നടക്കലാണ്. മോൻ വിചാരിക്കുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ പറയല്ലോ, അയ്യോ നമ്മൾ പേടിച്ചു പോയെന്ന്. അപ്പോൾ അത് കാണുമ്പോഴേക്കും അവൻ തന്നെ വിചാരിക്കണം അവനെ കാണുമ്പോൾ എല്ലാവരും പേടിക്കുകയാണെന്ന്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് മാസ്ക് ഒക്കെ വെച്ച് എല്ലാവരും പേടിപ്പിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ ഇനി പുട്ടവിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ മാവ് വാങ്ങിയാണ് പുട്ടവിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ കണ്ടില്ല, നമ്മളിങ്ങനെ പുട്ടുപൊടി വാങ്ങണ സമയത്ത് ഭയങ്കര തരിയല്ലേ, ചാക്കരി പൊടിച്ച് വെച്ചിരിക്കും പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അധികം ആ ഒരു പുട്ടുപൊടിയിലൂടെ വലിയ താല്പര്യമില്ലാത്തത്. പിന്നെ നമുക്ക് എല്ലാം വേണമല്ലോ, എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കലല്ല. അതുകൊണ്ട് പച്ചരിയൊക്കെ കുതിർത്ത് പൊടിക്കാനൊന്നുള്ള സമയവും കിട്ടിയില്ല. അങ്ങനെ വാങ്ങി വെച്ചതാണ് ഈ ഒരു പുട്ടുപൊടി. ഇനി ഇതിനെ ഒന്ന് നനച്ചിട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പുട്ടുമുണ്ട്, പിന്നെ ഇനി പപ്പടം പൊരിക്കണം. അതുമല്ല
ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു. നമ്മൾ തലേ ദിവസം വെച്ചതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്ന അതും ഇരിപ്പുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ ഫുഡ് വേസ്റ്റ് എടുക്കാനായിട്ടുള്ള പയ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും വന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ഫുഡ് വേസ്റ്റ് എടുക്കുകയാണെങ്കിൽ പിറ്റേന്ന് പ്ലാസ്റ്റിക് എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഹരിതകർമ്മസേന വരുന്നതുകൊണ്ട് ഈ പയ്യൻ ഇപ്പോൾ ഫുഡ് വേസ്റ്റ് മാത്രമേ എടുക്കുകയുള്ളൂ, പ്ലാസ്റ്റിക് എടുക്കില്ല. അങ്ങനെ കേശു മാസ്കും വെച്ച് അവിടെ നിൽക്കുകയാണ്. റോഡിൽ പോണവരെയൊക്കെ ഒന്ന് പേടിപ്പിച്ചേക്കാം അമ്മയെന്നും പറഞ്ഞാണിതാ ആ മഞ്ഞത്ത് മാസ്കും വെച്ച് അവിടെ ഇറങ്ങി നിൽക്കണത്. പിന്നെ കരയിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തോ ആയിക്കൊണ്ട് പോട്ടെന്ന് വിചാരിച്ച്. അങ്ങനെ രാവിലെ അരിയൊക്കെ അടുപ്പത്തിട്ട് ചായയൊക്കെ ഉണ്ടാക്കി വെച്ച് പുട്ടിനുള്ള മാവ് നനച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തലേദിവസത്തെ ഗ്രീൻ പീസ് കറിയും ഉണ്ടായിരുന്നു. ഇനി പുട്ടൊക്കെ അമ്മ അവിച്ചോളും. നമുക്കിന്നിനി അമ്പലത്തിൽ കൂടെ പോകണം. അപ്പോൾ പനീരമൂട് ദേവീക്ഷേത്രത്തിലും പോകണം, കുഴിവിളകത്ത് തമ്പുരാൻ്റെ അടുത്തും പോകണം. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടെ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയതാണ്. രാവിലെ ഒരു അംഗമൊക്കെ കഴിഞ്ഞാൽ മാത്രമേ കേശുവിനെ ഒന്ന് കുളിപ്പിച്ചൊരുക്കിയൊക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ കണ്ടില്ലേ, അമ്പലത്തിൽ പോകണമെങ്കിലും ഈ മാസ്കും കൊണ്ടേ വരുള്ളൂ. അവിടെ ചെന്നിട്ട് പോറ്റിയൊക്കെ ഒന്ന് പേടിപ്പിക്കാനുണ്ടെന്നും പറഞ്ഞ് മാസ്കും കൂടെ കയ്യിൽ കരുതിയാണ് കേശു ഇറങ്ങിയത്. ഒരു രക്ഷയുമില്ല, പിടിച്ച് വാങ്ങിച്ച് വെക്കാൻ നോക്കിയിട്ട് മോൻ ഒരു തരത്തിൽ അത് വെക്കാനില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞ് ഇനി അവനെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട, അവൻ്റെ കയ്യിൽ അത് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനും അങ്ങ് വിചാരിച്ചു ശരി എന്തോ ആയിക്കൊണ്ട് പോട്ടെ. അങ്ങനെ നമ്മളിതാ റെഡിയായി. ചേട്ടനും നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ട് അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഏത് അമ്പലത്തിൽ പോകണമെങ്കിലും ഇറങ്ങുന്നത്. നമ്മുടെ വീടാണല്ലോ ആദ്യത്തെ അമ്പലം, അത് കഴിഞ്ഞല്ലേ വേറെ എന്തോ ഉള്ളൂ. അങ്ങനെ ഇനി തമ്പുരാൻ്റെ അടുത്ത് പോവുകയല്ലേ, മഹാദേവൻ്റെ അടുത്ത് പോണതാണ്. അപ്പോൾ കുറച്ച് എരിക്കും പൂവും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് എരിക്കും പൂവ് എടുക്കണം. അതിനുള്ള വട്ടത്താമരയില എടുക്കാനാണ് ഞങ്ങൾ ആദ്യം അങ്ങോട്ട് പോയത്. അങ്ങനെ എരിക്കും പൂവ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിനടുത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു തമിഴ് ഫാമിലി ഉണ്ട്. അപ്പോൾ അവൾ പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെല്ലാം ഈ എരിക്കും പൂവ് അങ്ങനെ ഭഗവാനെ നേദിക്കാനായിട്ടൊന്നും എടുക്കാറില്ല. അവിടെ ഈ വെള്ള എരിക്കുണ്ടല്ലോ അത് മാത്രമേ എടുക്കാറുള്ളൂ. ആ വെള്ള എരിക്കിൻ്റെ ആ ഒരു മൂട് ഭാഗം വരുമ്പോഴേക്കും എന്ന് വെച്ചാലും ഈ എരിക്ക് നിന്ന് നല്ലതങ്ങ് തടി വയ്ക്കുമല്ലോ വലുതായിട്ട്, ആ ഒരു മൂട് ഭാഗം കൊണ്ട് അവർ പിള്ളയാര ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. പിള്ളയാരെന്ന് പറയണത് നമ്മുടെ ഗണപതിയാണ്. ഗണപതി ഭഗവാന് ആ തടിയിൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് എനിക്കൊരിക്കൽ ഇതുപോലെ വെള്ള എരിക്ക് കിട്ടിയതായിരുന്നു. ഞാൻ കൊണ്ട് വെച്ചിട്ട് അത് പിടിച്ച് കിട്ടിയില്ല. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞങ്ങളിതാ അമ്പലത്തിലെത്തി, പനേരമൂട്ടിലെത്തി. ആദ്യം ഇവിടെയാണ് വരണത്. എനിക്കെല്ലാം ഈ അമ്മയാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ അമ്മയെക്കാളും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളത് പനേരമൂട്ടിലെ അമ്മയ്ക്കാണ്. എന്ത് സങ്കടം വന്നാലും എന്ത് സന്തോഷം വന്നാലും ആദ്യം വിളിക്കുന്നത് അമ്മേനെ തന്നെയാണ്. അതുപോലെ തന്നെ ജനിച്ചപ്പോൾ തൊട്ട് കുഞ്ഞിലിനെ തൊട്ട് കാണുന്നതാണ് അമ്മയെ. അപ്പോൾ അത്രയ്ക്ക് വിശ്വാസമാണ് പനേരമൂട്ടിലെ അമ്മേനെ. ഇപ്പോൾ അടുത്ത മാസം ഇനി അമ്പലത്തിൽ നമ്മുടെ പനേരമൂട്ടിലെ അമ്മയുടെ ഉത്സവമാണ്. ആറ്റുകാൽ ഉത്സവത്തിൻ്റെ അതേ ദിവസമാണ് ഇവിടത്തെയും പൊങ്കാല. അപ്പോൾ നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ച് ആറ്റുകാൽ അമ്മയും പനേരമൂട്ടിലെ അമ്മയും അനിയത്തിയും ചേട്ടത്തിയും എന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതുവരെ ആറ്റുകാൽ അമ്പലത്തിൽ പോയിട്ട് പൊങ്കാല ഇടാനായിട്ട് അങ്ങനെ പറ്റിയിട്ടില്ല. കാരണം പനേരമൂട്ടിലെ അമ്മയെ കളഞ്ഞിട്ട് ഇവിടുത്തെ പൊങ്കാല കളഞ്ഞിട്ട് അങ്ങോട്ട് പോകാനായിട്ടൊരു മടിയാണ്. അങ്ങനെ അവിടെ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ കേശുവിന് എല്ലായിടത്തെ മണികളും അടിക്കണം. അപ്പോൾ കണ്ടില്ലേ, പിന്നെ നമ്മളൊന്നും പറയില്ല, പോട്ടെ മണി അടിക്കട്ടെ, അവൻ പ്രാർത്ഥിക്കണതല്ലേ. അങ്ങനെ പിന്നെ ഇവിടെ ഈ ഒരു താഴ്ഭാഗത്ത് ഇപ്പോഴാണ് ടെയിലൊക്കെ തറയോടൊക്കെ ഇട്ടത്. അപ്പോൾ നല്ല രസമുണ്ട് തറയോടൊക്കെ ഇട്ടപ്പോഴേക്കും. പിന്നെ നമ്മുടെ അമ്പലത്തിൽ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? പനേരമൂട്ടിലെ അമ്മ ഭദ്രകാളിയാണ്. ഭദ്രകാളി ദേവീ ക്ഷേത്രമാണ് നമ്മുടെ ഈ പനേരമൂട്ട് ദേവീക്ഷേത്രം എന്ന് പറയണമെങ്കിലും അവിടെ വടക്കോട്ടാണ് ദർശനം. അപ്പോൾ ഭദ്രകാളിയുടെ ഒരു സങ്കല്പമാണ് ഇവിടെ. പക്ഷേ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നമ്മൾ തങ്ങളെയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഭദ്രകാളി ക്ഷേത്രത്തിൽ തങ്ങളുള്ള ക്ഷേത്രം എനിക്ക് അധികം കേട്ടുകേൾവിയില്ല, ഉണ്ടായിരിക്കാം, പക്ഷെ അറിയില്ല. നമ്മുടെ അമ്പലത്തിലുണ്ട്, തങ്ങളെയും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കണ്ടില്ലേ, പവിഴമല്ലി നിറച്ച് പൂത്തിട്ട് അതിങ്ങനെ എപ്പോൾ പോയാലും അവിടെ ഇങ്ങനെ തറയിൽ വീണ് കിടക്കും പവിഴമല്ലി പൂക്കൾ. തങ്ങളിരിക്കണ കണ്ടില്ലേ. അപ്പോൾ നമുക്കിവിടെ ഉത്സവം വരുമ്പോഴായിരുന്നാലും വെള്ളിയാഴ്ച ദിവസമൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവരിൽപ്പെട്ട ഒരാൾ വരും, തങ്ങൾ. അവിടെ ഒരു ഉമ്മ വരും. ഉമ്മ വന്നിട്ട് നമ്മുടെ ഈ തങ്ങളടുത്ത് നിൽക്കുമ്പോഴേക്കും നമുക്ക് അവിടെ ചെല്ലുമ്പോഴേക്കും അവിടുത്തെ പ്രസാദം തരും. അവിടെ തരുന്നത് അവർ ഓതിയ വെള്ളവും അതുപോലെ തന്നെ പഞ്ചസാരയും കുരുമുളകും ചേർത്തൊരു പ്രസാദമാണ് തരണത്. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളിതാ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പ്രസാദമൊക്കെ വാങ്ങി. കേശുവിനാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ തീർത്ഥം കുടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിൽ നിന്ന് തരണത്. അങ്ങനെ നമ്മൾ പനേരമൂട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നേരെ പോണത് കുഴിവിളാകത്താണ്, തമ്പുരാൻ്റെ അടുത്താണ് പോണത്.
ഇനി അവിടെ ചെന്ന് അവിടെ എരിക്കും പൂവൊക്കെ സമർപ്പിച്ച് പിന്നെ ഇന്ന് ആയില്യ ദിവസം കൂടെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പനീരമൂട്ടിലത്തേക്കാളും ഇവിടെയാണ് കുറച്ചും കൂടെ ആയില്യം പ്രാധാന്യമുള്ളത്. അപ്പോൾ ഇനി നമ്മളിവിടെ എല്ലാ മാസവും എല്ലാ ആയില്യത്തിനും കമുകിൻ പൂക്കളെ സമർപ്പിക്കാറുണ്ട്. അപ്പോൾ ഇനി അത് സമർപ്പിക്കണം. അത് അമ്പലത്തിലുള്ളവർ തന്നെ വരുത്തി വെച്ചിരിക്കും. നമ്മളതിൻ്റെ പൈസ അടച്ചാൽ മതി. പിന്നെ എല്ലാ മാസവും അവസാനത്തെ ശനിയാഴ്ചയിലന്ന് ഇവിടെ മൃത്യുഞ്ജയ ഹോമമുണ്ട്. അപ്പോൾ അതും കൂടെ ഇന്നിനി ഒരുപാട് തിരക്കാണ്. പോറ്റിയും ഇവിടുത്തെ ശാന്തി വയ്ക്കുന്ന ഒരുപാട് തിരക്കിലാണ്. കാരണം ആയില്യമാണ്, മൃത്യുഞ്ജയ ഹോമമുണ്ട്, എല്ലാ പരിപാടികളും ഇന്നൊരു ദിവസമാണ്. അങ്ങനെ ഇതാ കമുകിൻ പൂക്കലേക്ക് അവർ വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരെണ്ണം മോൻ്റെ കയ്യിൽ കൊടുത്തു. മോൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ അവനും കൂടെ ഇതൊക്കെ ചെയ്ത് പഠിക്കട്ടെ, നമ്മുടെ ഒരു സംസ്കാരം കൂടെ അല്ലേ ഇതൊക്കെ എല്ലാം. അങ്ങനെ ഇനി നേരെ ഇവിടെ സമർപ്പിക്കാനായിട്ട് കമുകിൻ പൂക്കളെ സമർപ്പിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മുന്നേ ഒരു 4 വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് ഞാനിതാ ഈ നടയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി. അപ്പോൾ ഇവിടെ ആയില്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആയില്യ ദിവസം ഇങ്ങനെ മക്കളില്ലാത്തവർ വന്നിട്ട് പൊങ്കാല ഇടാറുണ്ട്. അങ്ങനെ ഒരു വർഷം മുടങ്ങാണ്ട് ഞാനിവിടെ പൊങ്കാല ഇട്ടിട്ടുണ്ട് ഈ നടയിൽ. കുഞ്ഞിന് വേണ്ടി ഒരുപാട് ഇങ്ങനെ നാഗരെടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വിശ്വാസം അനുസരിച്ച് ഇവിടുത്തെ നാഗര് പ്രാർത്ഥിച്ച് പൊങ്കാല ഇട്ടാൽ നമുക്ക് ഒരു വർഷം കഴിയുമ്പോഴേക്ക് കുഞ്ഞാവുമെന്നാണ്. അപ്പോൾ ഇതാ അങ്ങനെ കിട്ടിയ ആശാനാണ് ഇതാ ഇവിടെ നിൽക്കണത്. അപ്പോൾ പിന്നെ അവനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് അവൻ കളിക്കട്ടെന്നാണ് നമ്മൾ അങ്ങ് വിചാരിക്കും. കുറേ നാൾ ഇങ്ങനെ കരഞ്ഞൊക്കെ ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇവിടെ നീരാഞ്ജന വിളക്കും കൂടെ എടുക്കാനുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ചേട്ടനാണ് നീരാഞ്ജനം എടുക്കണത്. കാരണം കേശുക്കുട്ടനും കൂടെ ഉള്ളതുകൊണ്ട് ചേട്ടനെ എടുക്കാമെന്ന് വിചാരിച്ച് അവനെ എൻ്റെ കയ്യിൽ ഞാൻ പിടിച്ച് നിർത്തിയാലേ അവൻ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര കുണ്ടണിയാണ്. അങ്ങനെ അവിടെ നീരാഞ്ജനമൊക്കെ കഴിഞ്ഞിട്ട് പ്രസാദമൊക്കെ വാങ്ങിയതായി ഇറങ്ങി. സാധാരണ അയ്യപ്പൻ കോവിലാണ് നീരാഞ്ജനം നടത്താറുള്ളത്. പക്ഷേ മഹാദേവൻ്റെ ക്ഷേത്രങ്ങളിലും നീരാഞ്ജനമുണ്ട്. ഇവിടെ നല്ല പ്രാധാന്യമാണ്. നമ്മൾ സാധാരണ അകത്ത് കത്തിക്കാറല്ലേ കൊടുക്കുന്നത് ഈ വിളക്ക്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ വിളക്ക് കത്തിച്ച് നമ്മളെ കയ്യിൽ തരും. നമുക്ക് 3 വലത് വയ്ക്കാം, 7 വലത് വയ്ക്കാം, 9 വലത് വയ്ക്കാം. അങ്ങനെ വലത് വെച്ചൊക്കെ നമ്മളവിടെ പ്രാർത്ഥിക്കും. അങ്ങനെ അവിടെ നീരാഞ്ജനമൊക്കെ എടുത്ത് എല്ലാമൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയപ്പോഴേക്ക് അമ്മ ഇവിടെ പുട്ടവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുട്ടിനുള്ള മാവൊക്കെ നനച്ച് വെച്ചിട്ടാണ് പോയത്. പക്ഷേ നമുക്ക് പുട്ട് അവിച്ച് വെച്ചിരുന്നാൽ ഒന്നാമത് വെളിയിൽ നിന്ന് വാങ്ങിയ മാവും കൂടെയാണ്. അതിരുന്ന് കുറച്ച് കഴിയുമ്പോഴേക്ക് ഇങ്ങനെ ഒരു മുറിന്ന് പോകും, നമ്മൾ പറയൂലേ, കട്ടിയായിപ്പോവും. അപ്പോൾ ഞങ്ങൾ വന്ന് കഴിക്കാറായപ്പോഴത്തേക്കാണ് പുട്ടൊക്കെ അവിച്ചത്. ഇനി ചേട്ടന് പോകണം, ഷോപ്പിൽ പോകണം. അപ്പോൾ ഇനി പപ്പടം കൂടെയൊക്കെ പൊരിച്ചെടുക്കാനൊക്കെ ഉണ്ട്. ഇനി ആ തിരക്കിലൊക്കെയാണ്. പക്ഷേ നമ്മൾ ഈ പുട്ടുപൊടി വെളിയിൽ നിന്ന് വാങ്ങുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തിട്ട് പുട്ടവിക്കുന്ന ആ ഒരു സോഫ്റ്റ്നെസ്സും കിട്ടാറില്ല, അതുപോലെ തന്നെ ആ ഒരു രുചിയും കിട്ടാറില്ലാത്ത പോലെ തോന്നും. എനിക്കെപ്പോഴും തോന്നാറുണ്ട് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ പച്ചരി അല്ല ചാക്കരി പുട്ടാണെന്ന് തോന്നുന്നത്. ചില പുട്ടുപൊടിയിൽ ഇങ്ങനെ പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്നത് കാണാം വെള്ള പുട്ടുപൊടിയെന്ന്, അങ്ങനെ ആണെന്ന് തോന്നണം. ഈ ഭയങ്കര തരിയായിട്ടിരിക്കുമ്പോഴത്തേക്ക് ചെറിയ ബുദ്ധിമുട്ട് തോന്നും അത് പുട്ടവയ്ക്കുമ്പോൾ തന്നെ. പിന്നെ ഈ പറയും പോലെ ചില സമയങ്ങളിൽ നമുക്ക് എല്ലാ ദിവസവും എല്ലാത്തിനും സമയം കിട്ടൂലല്ലോ. അങ്ങനെ വരുമ്പോഴാണ് ഇതിലോട്ടൊക്കെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പോണത്. അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ഈ പുട്ടുപൊടിയൊന്നും വെളിയിൽ നിന്ന് വാങ്ങാറേ ഇല്ല. കൂടുതലും അപ്പോഴത്തേക്ക് ഇൻസ്റ്റൻ്റായിട്ട് പൊടിച്ചെടുത്തിട്ട് പുട്ടവയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കിട്ടുന്ന ആ ഒരു രുചിയും ആ ഒരു മയവും ആ ഒരു എന്താ പറയുന്നിട്ട് ആ ഒരു ഫീലൊന്നും ഇങ്ങനെ എടുക്കുമ്പോഴേക്ക് കിട്ടാറില്ല. അങ്ങനെ ഏകദേശം ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിതാ ആ ഒരു ഭാഗം വീണ്ടും ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ ഇടണം. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ഇപ്പോൾ അറിയാം എന്തിനാണ് അവിടെ ഇങ്ങനെ തൂത്ത് വൃത്തിയാക്കി കഴുകിയൊക്കെ ഇടണതെന്ന്. അതിന് തന്നെയാണ് കാക്കയ്ക്ക് ചോറ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇന്ന് ഞാൻ വാഴയിലയല്ല വട്ടത്താമര ഇലയിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ഒരു വട്ടത്താമര ഇലയൊക്കെ എടുത്തിട്ടുണ്ട്. കേശു മാസ്ക് താഴെ വെക്കണില്ല, ഇതാ അപ്പുറത്ത് കുഞ്ഞോള് ചേച്ചിയൊക്കെ കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര് വഴിയെ പോയാലും ഇത് വെച്ചിട്ട് അവരുടെ അടുത്ത് അതിൻ്റെ ഡീറ്റെയിലൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് നമ്മൾ വാങ്ങിയത് ആ കഥകളൊക്കെ പറഞ്ഞിട്ട് ആ മാസ്ക് ഒക്കെ വെച്ച് അവരെയൊക്കെ ഒന്ന് പേടിപ്പിച്ച് അതിന് ശേഷമാണ് ആൾ അകത്തോട്ടൊക്കെ കയറണത്. അങ്ങനെ ഞാൻ എന്താ വട്ടത്താമരയിലേക്ക് എടുത്തിട്ട് ഇനി ഇതിലേക്ക് ചോറ് കോരണം. അപ്പോൾ എപ്പോഴും പറയും പോലെ നമ്മൾ ആദ്യത്തെ ചോറാണ് കൊടുക്കണത് എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കണതിന് മുന്നേ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് കാക്കയ്ക്കാണ് ചോറ് വെച്ചിട്ട് കൊടുക്കാൻ പോണത്. അപ്പോൾ 2 തവിയൊക്കെ മതിയാവും. വൈകുന്നേരം ആകുമ്പോഴേക്ക് ചിലപ്പോൾ കാക്ക വന്ന് കഴിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും കിളികൾ വന്ന് കൊത്തണതൊക്കെ കാണാം. നമ്മൾ കാക്കയ്ക്കെന്ന് പറഞ്ഞൊരു സങ്കല്പത്തിലാണ് കൊടുക്കുന്നത്. ആർക്കാണോ വിശന്ന് വരുന്നത് അവർ കഴിച്ചുകൊണ്ട് പോട്ടെ എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ.
അങ്ങനെ ദാ അവിടെ ചോറൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഈ ഒരു രീതിയിൽ കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ അന്നമല്ലേ, അന്നത്തിനെ ബഹുമാനിക്കണമല്ലോ. അതിനപ്പുറം വലിയൊരു ഈശ്വരൻ ഇല്ലല്ലോ അന്നത്തിനപ്പുറം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബഹുമാനത്തോടും ഭക്തിയോടും കൂടെ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇനിതാ കുറച്ച് പുളിയരി ഇരിപ്പുണ്ടായിരുന്നു. അമ്മ പുളിയൊക്കെ കുത്തിയെടുത്തതിൻ്റെ എടുത്തപ്പോൾ കിട്ടിയ പുളിയരിയാണ്. ഈ പുളിയരിയൊക്കെ കാണുമ്പോഴേക്ക് പണ്ടത്തെ കുറേ ഓർമ്മകളാണ്, ഒരുപാട് ഓർമ്മകളാണല്ലോ. പ്രത്യേകിച്ച് നമ്മൾ സ്കൂളിൽ പോകുമ്പോഴേക്കും മിക്ക പിള്ളേരും പുളിയരി വറുത്തുകൊണ്ട് വരും. നമ്മുടെ ആകെപ്പാടുള്ള ഒരു ഉദ്ദേശം, ഉദ്ദേശമെന്നും പറയാം ദുരുദ്ദേശമെന്നും പറയാം. നമ്മുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് അടുത്ത പീരീഡ് ഉണ്ടല്ലോ, അടുത്ത പീരീഡ് ഹിസ്റ്ററിയോ കാണാം അല്ലെങ്കിൽ സോഷ്യലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറങ്ങി ചാവും എങ്ങനെയെങ്കിലുമൊക്കെ. പിന്നെ നമ്മൾ ഈ അമൃതാഞ്ജനൊക്കെ കൊണ്ടുപോകുമായിരുന്നു. കണ്ണിലിങ്ങനെ തേച്ചുകൊണ്ടിരിക്കും, കണ്ണങ്ങ് അറിയാണ്ട് അടഞ്ഞു പോകുമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ കണ്ടുപിടിച്ച രീതിയാണ് പുളിയരി വറുത്തുകൊണ്ട് വരും. അപ്പോൾ ആ സമയമാകുമ്പോഴേക്ക് ടീച്ചർ കാണാണ്ട് ബാഗിൽ നിന്നൊക്കെ എടുത്തിട്ട് അതിനെങ്ങ് വായിലിട്ട് പതുക്കെ കടിക്കാനായിട്ടൊക്കെ അങ്ങ് തുടങ്ങും. ഇതൊന്ന് കടിച്ച് മുറിച്ചെടുക്കാനായിട്ട് കുറച്ച് പാടുപെടുമല്ലോ. അപ്പോൾ ഈ സൗണ്ടൊക്കെ ഉറച്ച് കേൾക്കാതെയൊക്കെയാണ് ഈ ഒരു പണിയൊക്കെ നടക്കുന്നത്. പിന്നെ ടീച്ചർ കാണാനും പാടില്ലല്ലോ ചവയ്ക്കണത്. അങ്ങനെ കുറച്ച് സമയമാകുമ്പോഴേക്ക് ആ ഒരു അരമണിക്കൂർ അങ്ങ് കഴിഞ്ഞു പോകും. പിന്നെ നമ്മൾ ഒരു പീരീഡ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഉന്മേഷമാവുമല്ലോ. അപ്പോൾ അതിനൊക്കെയായിരുന്നു എല്ലാവരും ഈ പുളിയരിയൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പുളിയരിയൊക്കെ വറുത്ത് വെച്ച് അതിനുശേഷം നേരെ പോയത് കടയിലോട്ടാണ്. അപ്പോൾ ഇനി പുളിയരി വറുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഇനി ഒന്ന് നമ്മൾ കിഴികെട്ടി അടിച്ച് വെള്ളത്തിലിട്ട് ഉപ്പിട്ടിടണം. പഴയതുപോലെ കടിച്ചു മുറിച്ച് കഴിക്കാനൊന്നും വയ്യ. അങ്ങനെ ഇപ്പോൾ കടയിൽ വന്നിട്ട് ഇതാണ് നമ്മുടെ ഒരു ഷോപ്പ്. നമുക്ക് 2 ഷോപ്പ് ഓപ്പോസിറ്റായിട്ട് 2 ഷോപ്പുണ്ട്. അപ്പോൾ ഒന്നിൽ ഇത് നമ്മുടെ പുതിയ കടയാണ്. ഇവിടെയാണ് നമ്മളിപ്പോൾ സെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഭാഗത്തായിട്ട് ശിവൻ്റെ ഫാമിലി ഫോട്ടോ വെച്ചിട്ടുണ്ട്, അവരെല്ലാവരുമായിട്ടുള്ളത്. പിന്നെ ഒരു ലക്ഷ്മി കുബേരനെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഗുരുദേവൻ്റെ സ്വാമിയുടെ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുബേരൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ കടയിൽ ഒരു കുബേരനെ വെച്ചിട്ടുണ്ട്, വീട്ടിലും കുബേരനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഈ കട തുടങ്ങിയ സമയത്ത് കുബേരനെ വാങ്ങാനായിട്ട് ഒരു പൂജാ സ്റ്റോളിൽ പോയതാണ്. ചെന്നിട്ട് കുബേരൻ എന്ന് പറഞ്ഞപ്പോഴേക്ക് നമ്മളെ മനസ്സിലുണ്ടായിരുന്ന കുബേരനെ എല്ലാവരും എടുത്തു തന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതല്ല, കുബേരനെയാണ് വേണ്ടതെന്ന്. അപ്പോഴാണ് ആ ഒരു കാര്യം മനസ്സിലായത്. അത് ലാഫിംഗ് ബുദ്ധയാണ് നമ്മൾ കുബേരൻ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത്. ഒറിജിനൽ കുബേരൻ എന്ന് പറഞ്ഞ ഒരു രാജാവായിരുന്നു അദ്ദേഹം. അപ്പോൾ കുബേരനും ലക്ഷ്മി ദേവിയും കൂടി ഇരിക്കുന്ന ലക്ഷ്മി കുബേരനാണ് ഏറ്റവും നല്ലതെന്ന് പിന്നെയാണ് മനസ്സിലായത്. നമ്മൾ പഴയ കടയിലും വീട്ടിലൊക്കെ വെച്ചിരിക്കുന്നത് ചൈനീസ് വാസ്തു പ്രകാരമുള്ള ലാഫിംഗ് ബുദ്ധയായിരുന്നു. അപ്പോൾ അതും ഈ ഒരു കാര്യത്തിന് വേണ്ടിയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴാണ് ആ ഒരു സത്യം മനസ്സിലാക്കിയത്. എന്തായാലും നമ്മൾ പഴയ കടയിൽ വെച്ചിരിക്കുന്ന ആ ലാഫിംഗ് ബുദ്ധയാണെങ്കിലും നമ്മൾ കുബേര സങ്കല്പത്തിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് എടുത്ത് മാറ്റിയില്ല. വീട്ടിലായിരുന്നാലും അങ്ങനെ തന്നെ ആ വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ വെച്ചത് തന്നെയാണ്. അതിനെന്തെങ്കിലും കേടുപാട് വരുമ്പോഴല്ലാണ്ട് എടുത്തു മാറ്റേണ്ട പ്രശ്നമില്ല. അത് നമ്മളൊരു വിശ്വാസം കൂടെ അല്ലേ. അപ്പോൾ ഈ വിളക്കുണ്ടല്ലോ, നമ്മൾ വീട്ടിൽ ഇരുന്ന വിളക്കാണ്. വിഷുവിനും 1-ാം ദിവസങ്ങളിലൊക്കെ കത്തിച്ചുകൊണ്ടിരുന്ന ഈ വിളക്കിലായിരുന്നു. കേശു ഇനി ഒരു പരുവമാവണത് വരെ ഈ വിളക്ക് അങ്ങോട്ട് കൊണ്ടുവയ്ക്കാനായിട്ട് ഒരു രക്ഷയുമില്ല. ഭയങ്കര കുരുത്തക്കേടാണ്. പിന്നെ ഈ വിളക്കിൽ തൂങ്ങി അതിനെ താഴെ ഇടും. അതുകൊണ്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ അപ്പുറത്തെ ഷോപ്പ്, ഞാൻ എപ്പോഴും ഇരിക്കുന്ന ഷോപ്പും അതാണ്, നമ്മൾ ആദ്യത്തെ കട. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് രാത്രി വീട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ 3 മാത്രമല്ല, അമ്മയുണ്ട്, നാത്തൂനുണ്ട്, മക്കളുണ്ട്, എല്ലാവരുമായിട്ടാണ് എൻ്റെ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ അച്ഛൻ കേശുവിനെയും കൊണ്ട് എന്തെങ്കിലും മുട്ടായി എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുക്കാൻ പോയി. മുട്ടായിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവനിനി എത്ര മുട്ടായി വാങ്ങിച്ചാലും കമ്പ് മുട്ടായിയാണ് അവൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ്. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ സാന്ത്വനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണല്ലോ. അപ്പോഴെല്ലാവരും അവിടെ സാന്ത്വനത്തിൻ്റെ പിറകെ ആയിപ്പോയി. അപ്പോൾ കേശു ഇവിടെ ബോളൊക്കെ തയ്യാറാക്കിയാണ് വന്നത്. അനന്ത് ഒരു ബോളൊക്കെ ഉണ്ടാക്കി കൊടുത്ത്. ഇവിടെ വരുമ്പോഴല്ലേ അവന്മാർക്ക് ഇങ്ങനെ കളിക്കാനായിട്ടൊക്കെ പറ്റുള്ളൂ. അപ്പോൾ രാത്രി ആയാലും കുഴപ്പമില്ല, ഇവിടെ വന്ന് ബോളൊക്കെ കളിക്കണമെന്ന് പറഞ്ഞ് അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് വന്നത്. ബോളെന്ന് വെച്ചാൽ പേപ്പർ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ബോൾ പോലെ അനന്തം ഉണ്ടാക്കിയെടുക്കും. അതും കൊണ്ടാണ് വന്നത്. അങ്ങനെ 2 കൂടെ അവിടെ കളിയും അടിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ കേശു ആണെങ്കിൽ ആ സമയത്ത് ഒരു കുപ്പി എടുത്ത് കിണറിലേക്ക് ഇട്ട് കൊടുത്ത്. കേശുവിനെ അറിഞ്ഞൂടല്ലോ, ഈ കിണറൊക്കെ അവൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും അവന് ഭയങ്കര ഒരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ കണ്ടില്ലേ, ഇതാണ് 2 കളി.
നമുക്കിങ്ങനെ ഒരുപാട് മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രാത്രിയൊക്കെ ഇങ്ങനെയൊക്കെ ഇറങ്ങിയിരിക്കാനായിട്ടൊക്കെ ഒരു സ്ഥല സൗകര്യം ഉണ്ടല്ലോ. അപ്പോൾ ഇതാ ഇവിടെ എപ്പോഴും അച്ഛനും അമ്മയും എന്താ ഇവിടെ ഇങ്ങനെ 2 കസേര ഇട്ടിരിക്കും. അവിടെയാണ് അവർ ടീപ്പോയൊക്കെ ഇട്ടിട്ട്. ഇവിടെ വന്നാൽ വീട്ടിനകത്തോട്ട് കയറൽ കുറവാണ്. എപ്പോഴും ഇങ്ങനെ പുറത്തായിരിക്കും. അല്ലെങ്കിൽ അറിയാമല്ലോ, നമ്മൾ ഏത് വീട്ടിൽ പോയാലും അകത്താണ് എപ്പോഴും സ്പെൻഡ് ചെയ്യണത്. പക്ഷേ ഇവിടെ വരുമ്പോൾ മാത്രം ഇതേപോലെ അങ്ങ് വെളിയിൽ അങ്ങനെ നല്ല കാറ്റും നല്ല തണുപ്പ്. ഞാൻ എപ്പോഴും പറയില്ലേ, മകരമായിട്ട് നമുക്ക് തണുപ്പൊന്നും ഫീൽ ചെയ്യണില്ലെന്ന്. പക്ഷേ ഇവിടെ വരണം തണുപ്പ്. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇവിടെ നിന്നാൽ എൻ്റെ വീട് കാണാം. പക്ഷേ അത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. എങ്കിലും ഇവിടെ ആ ഒരു ഓടിട്ട വീടും കുറച്ച് സ്ഥലങ്ങളും കൂടെയൊക്കെ പറമ്പൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഭയങ്കര തണുപ്പ്. അങ്ങനെ അച്ഛൻ ബെറോട്ടയും ചിക്കനും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ കേശുവിനും അനന്തുവിനും ഒക്കെ ബെറോട്ടയും ചിക്കനും എന്ന് കേട്ടപ്പോഴേക്ക് ഭയങ്കര വിശപ്പ്. അങ്ങനെ അവന്മാർ കഴിക്കാനായിട്ട് വന്നതാണ്. ഇനി അവർക്ക് ഉള്ള ആഹാരം കൊടുക്കണം. അമ്മയുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, അമ്മ നോൺ വെജ് ഒന്നും കഴിക്കില്ല എന്ന് പറയാനും പറ്റില്ല. മീനൊക്കെ കഴിക്കും, മുട്ട കഴിക്കും. പക്ഷേ ഇറച്ചി, അങ്ങനെയുള്ള ഇറച്ചി, ബീഫ്, ആ ഒരു മീറ്റ് ഐറ്റംസ് ഒന്നും കഴിക്കൂല. അമ്മ വെക്കുകയുമില്ല. നമ്മൾ കഴിച്ച പാത്രത്തിൽ, ഇറച്ചിയൊക്കെ കഴിച്ച പാത്രത്തിൽ അമ്മ ചോറ് കഴിക്കുകയുമില്ല. അതാണ് അമ്മയുടെ ഒരു രീതി. അപ്പോൾ ചിക്കൻ കറിയൊക്കെ വെക്കണതെല്ലാം അച്ഛനാണ്. അച്ഛൻ അപ്പോൾ ചിക്കൻ കറിയും വെച്ച് ചിക്കൻ പൊരിച്ചുമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ് അച്ഛൻ ചിക്കൻ കറി വെച്ചാലും ചിക്കൻ ഫ്രൈ ഒക്കെ ആക്കിയാലും. അങ്ങനെ കണ്ടപ്പോഴേ കൊതി വരെയാണ് അച്ഛൻ ഉണ്ടാക്കി വെച്ചിരിക്കണം ആ ഒരു ഫ്രൈ ഒക്കെ കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാനൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്താൽ ഇത്രയും ടേസ്റ്റ് കിട്ടൂല. ചില ഫുഡ് ഐറ്റംസ് ചിലരുടെ കയ്യിൽ ഭദ്രമായിരിക്കുമല്ലോ, നല്ല ടേസ്റ്റ് ആയിരിക്കും അവരുണ്ടാക്കുന്നത്. അതുപോലെയാണ് ചിക്കൻ കറി വെക്കുന്നതായിരുന്നാലും ചിക്കൻ ഫ്രൈ ആയിരുന്നാലും അച്ഛൻ ഉണ്ടാക്കുന്നതിനൊരു പ്രത്യേക രുചിയാണ്. അതുപോലെ തന്നെ ചില്ലി ചിക്കൻ ആണെങ്കിൽ എൻ്റെ നാത്തൂൻ തന്നെ ഉണ്ടാക്കുന്നത്, രമ്യ ചേച്ചി ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതിന്. അതിൻ്റെ റെസിപ്പി എനിക്കിപ്പോഴും അധികം പിടികിട്ടാത്ത ഒരു സംഭവമാണ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങണേക്കാളും ടേസ്റ്റായിട്ട് ചേച്ചി ഉണ്ടാക്കും. അങ്ങനെ രണ്ടാളും കൂടെ അവിടെ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഇപ്പോഴും സാന്ത്വനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടില്ല. ഇന്ന് 1 മണിക്കൂറല്ലേ സാന്ത്വനം. ഇന്ന് ആ സീരിയൽ തീരെയും കൂടെ ആണല്ലോ. അങ്ങനെ അവരെല്ലാവരും അവിടെ ഇരിക്കുകയാണ്. ഞാൻ വല്ലപ്പോഴും മാത്രം ഇപ്പോൾ സീരിയൽ കണ്ടു പോണ ഒരാളാണ്. സാന്ത്വനമൊക്കെ എൻ്റെ ഫേവറേറ്റ് സീരിയലാണ്. പക്ഷെ എന്നും ഇരുന്ന് അങ്ങനെ മെനക്കെട്ടിരുന്ന് കാണാനായിട്ടൊരു മടിയാണ്. ആ സമയത്തായിരിക്കും ഞാൻ ചിലപ്പോൾ എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇരിക്കണത്. അങ്ങനെ രണ്ടാളും, കേശുവും ഈ പറയും പോലെ ബറോട്ടയും ചിക്കനും ഒക്കെ ആണെങ്കിൽ അങ്ങ് നല്ല രീതിയിൽ പൊയ്ക്കോളും. അപ്പോൾ ബാക്കിലൊക്കെ ഇറങ്ങിയൊക്കെ ഇങ്ങനെ നിൽക്കാനൊക്കെയുള്ള സ്ഥലവും സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷമാണ് ഇവിടെ വരുമ്പോഴേക്ക്. നല്ല തണുപ്പ് കേട്ടോ. ഇപ്പം തന്നെ നല്ല തണുപ്പായിട്ട് തണുപ്പിങ്ങനെ അരിച്ചിറങ്ങണമുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് സീരിയലൊക്കെ തീർന്നിട്ട് നന്ദുവും സീരിയൽ കാണുകയൊന്നുമില്ല. ഇന്ന് അവളിപ്പം അവരുടെ കൂട്ടത്തിൽ അങ്ങ് ഇരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചേച്ചി, രമ്യ ചേച്ചി, നന്ദുവൊക്കെ കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് പിന്നെ എല്ലാ സീരിയലും അമ്മേന് ഏതൊക്കെ ചാനലിൽ സീരിയലുണ്ടോ അതൊക്കെ അമ്മ കാണും. ഏഷ്യാനെറ്റാണ് അമ്മയുടെ പേഴ്സണൽ ഫേവറേറ്റ്. പിന്നെ ഫ്ലവേഴ്സിലുണ്ടെങ്കിൽ അത് കാണും, സൂര്യയിലാണെങ്കിൽ കാണും, സി കേരളത്തിലെ എല്ലാത്തിലും സീരിയലൊന്ന് ഓടിച്ചൊക്കെ ഒന്ന് കാണും, മനോരമയിലത് കാണും. അങ്ങനെ എങ്ങനെയെങ്കിലും അമ്മേനെ അവിടെ നിന്ന് സീരിയലിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആഹാരം കഴിക്കാനായിട്ട്. പിന്നെ അമ്മ അതുവരെയും അമ്മയ്ക്ക് ജോലിയും കാര്യങ്ങളായിട്ടൊക്കെ അമ്മ നടന്നോളും. 6:30 ആകുമ്പോൾ തൊട്ട് അമ്മയ്ക്ക് പിന്നെ ആ ഒരു 2 മണിക്കൂർ അവർക്ക് സീരിയൽ കണ്ടിരിക്കണം. പിന്നെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളല്ലേ. അങ്ങനെ ചില സമയത്താണെങ്കിൽ കേശു ഇട്ട് കൊടുക്കൂല സീരിയൽ. അവന് കാർട്ടൂൺ കാണണമെന്നും പറഞ്ഞ് എന്തൊക്കെ എൻ്റെ ഫോൺ തരാമെന്ന് പറഞ്ഞാലും ആ സമയം അവന് ഫോൺ വേണ്ടെന്ന് പറയും, അമ്മയുടെ കൂടെ ഉടക്കാൻ വേണ്ടി. അപ്പോഴമ്മേനെ സീരിയൽ കാണാൻ സമ്മതിക്കാതെ കാർട്ടൂൺ കാണാനായിട്ടിരിക്കും. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ചേട്ടൻ വന്നില്ല, കട അടച്ചിട്ട്. പുള്ളിക്കാരൻ വരുമ്പോഴേക്കും 9 മണിയൊക്കെ ആവും. പിന്നെ അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അമ്മ ഇതൊന്നും കഴിക്കൂല, ചിക്കനും ബീഫും ഒന്നും അമ്മയ്ക്ക് പറ്റൂല. അച്ഛനും ഇപ്പം കഴിക്കണില്ല, നിങ്ങളൊക്കെ കഴിക്കും, ഞാൻ പിന്നീട് കഴിക്കാമെന്നും പറഞ്ഞ് അച്ഛൻ അവിടെ ഇരിക്കുകയാണ്. അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മാമനുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് ഫ്രണ്ടിലിരിക്കുകയാണ്. നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ നല്ല സോഫ്റ്റ് പൊറോട്ട ആയിരുന്നു. പൊറോട്ട അച്ഛൻ ഉണ്ടാക്കിയതൊന്നുമല്ല, അത് ഹോട്ടലിൽ നിന്ന് വാങ്ങിയതാണ്. ചിക്കൻ നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ പറഞ്ഞതാണ് അച്ഛൻ ബീഫും കൂടെ വാങ്ങിയിരുന്ന്. ഒരു തരത്തിൽ വാങ്ങിക്കൂല. അച്ഛൻ പറയണത് ബീഫ് കഴിച്ചാൽ കൊളസ്ട്രോൾ വരും, അതുകൊണ്ട് ബീഫ് കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയില്ല.
അങ്ങനെ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ വെക്കണമല്ലോ. അപ്പോൾ ഇനി ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. നമ്മുടെ വീട്ടിലായിരുന്നാൽ ആരെങ്കിലുമൊക്കെ വരണം എന്ന് പറയുമ്പോഴേക്കും എന്തെങ്കിലും ഒരു സംഭവം അവിടെ നടക്കുമല്ലോ. അതുപോലെയായിരുന്നു ഇവിടെയും. നമ്മൾ വന്നപ്പോഴേക്ക് പൈപ്പിൽ വെള്ളം അങ്ങ് തീർന്ന്. പിന്നെ ഇവിടെ കിണറുണ്ടെങ്കിലും ടാങ്ക് ഇല്ല. അപ്പോൾ കിണറിൽ നിന്ന് അച്ഛനാണ് വെള്ളം കോരുന്നത്, എല്ലായിടത്തും കൊണ്ട് വയ്ക്കുകയാണ്. നമ്മുടെ വീട്ടിലും അങ്ങനെ തന്നെ. ഇവരാരെങ്കിലും രമ്യ ചേച്ചിയോ ദിവ്യ ചേച്ചിയോ ആരെങ്കിലുമൊക്കെ വരണം എന്ന് പറയണതിൻ്റെ അന്ന് പൈപ്പിൽ വെള്ളം കാണൂല. പിന്നെ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് 2 ടാങ്കുണ്ട്. ടാങ്കിൽ വെള്ളം എപ്പോഴും ഫുള്ളായിരിക്കും. എന്നാലും എന്തെങ്കിലുമൊക്കെ ചെറിയ ബുദ്ധിമുട്ടല്ലേ, ആരെങ്കിലുമൊക്കെ വരണ സമയത്ത് വെള്ളം ഇല്ലാതിരിക്കണം. അത് അച്ചട്ടാണ്. പണ്ട് എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ ആരെങ്കിലും വരണമെന്ന് പറഞ്ഞാൽ അന്ന് ക്യാബിൾ കാണൂല. ഇപ്പോൾ ആ ഒരു പ്രശ്നമില്ല, ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് നമ്മൾ ആ തണുപ്പ് നല്ല ഇരുട്ടുമൊക്കെ അങ്ങോട്ടൊക്കെ നോക്കുമ്പോഴേക്കും അതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ഇനി ചേട്ടൻ വന്നിട്ടുണ്ട്. ഇനി ചേട്ടന് ഫുഡ് കൊടുക്കണം. പിന്നെ വീട്ടിൽ പോയിട്ട് കാർ എടുത്തിട്ട് ഇവിടെ കൊണ്ടിട്ട് കഴുകണം. നാളെ പിറ്റേന്ന് ചേട്ടന് ക്ലാസ്സിന് പോകാനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ക്ലാസ്സിന് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അമ്മ അടുപ്പൊക്കെ ഒന്ന് ചാമ്പലൊക്കെ വാരി വൃത്തിയാക്കി ഇടുകയാണ്. നാളെ രാവിലെ എഴുന്നേറ്റിട്ട് അങ്ങനെ ചോറൊക്കെ വെക്കാനായിട്ട് പിന്നെ എളുപ്പമല്ലേ. അപ്പോൾ ഈ ചാമ്പൽ വരണതൊക്കെ കണ്ടിട്ട് കുറേ നാളായി. ഇപ്പം നമ്മൾ ഫുള്ള് ഗ്യാസുകളായതുകൊണ്ട് കുറേ ഈ ഒരു ചാമ്പൽ സംഭവങ്ങളൊക്കെ ഇപ്പോൾ കാണാൻ പോലും ഇല്ല. അല്ലെങ്കിൽ ഞാനും വീട്ടിൽ വെളിയിൽ ഒരു അടുപ്പ് വെച്ചിട്ട് അതിൽ വേവിക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ കേശുവിനെ പേടിയാണ്. മോൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ട് അരിയൊക്കെ തിളയ്ക്കുമ്പോൾ അവൻ ചിലപ്പോൾ വേണമെങ്കിൽ ചിരപ്പങ്ങാണം എടുത്തുകൊണ്ടിടും, അല്ലെന്നുണ്ടെങ്കിൽ വന്ന് കമ്പുകൊണ്ടൊക്കെ അടിക്കും. അത് പേടിച്ചാണ് ഇപ്പോൾ അടുപ്പ് അങ്ങ് പാടെ ഉപേക്ഷിച്ചത്. പിന്നെ ഇവിടെ ഈ സൗകര്യം ഉണ്ടല്ലോ, നല്ല അടുക്കളയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ അടുക്കളയൊക്കെ. നമ്മളെ പഴയ വീടാണ് എനിക്ക് ഓർമ്മ വരണത്. നമ്മളെ പഴയ ഇതുപോലെ ഓടിട്ട വീടായിരുന്നു, ഇങ്ങനത്തെ അടുക്കളയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ചേട്ടനും ഞാനും കേശുവും കൂടെ ഇനി കാർ എടുക്കാൻ പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഇനി ഈ വണ്ടി അങ്ങോട്ട് വെച്ചിട്ട് കാർ എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ കണ്ടില്ല, അച്ഛൻ ഇങ്ങനെ ഓരോന്നിനായിട്ട് വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ നല്ല എളുപ്പമുണ്ട് കോരാനായിട്ട്, പെട്ടെന്ന് നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് മാറാൻ പറഞ്ഞിട്ട് ഞാൻ കോരാനായിട്ട് വന്നതാണ്. സത്യത്തിൽ എന്ത് എക്സസൈസ് ആണല്ലോ ഇങ്ങനെ വെള്ളം കോരണതൊക്കെ. പണ്ടത്തെ പെണ്ണുങ്ങൾക്ക് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഇതുകൊണ്ട് തന്നെ ആയിരുന്നല്ലേ. കിണറ്റിൽ നിന്ന് വെള്ളം കോരി അരകല്ലിൽ അരച്ച് ആട്ടുകല്ലിൽ അരിയൊക്കെ ആട്ടിയെടുത്ത് എന്തെല്ലാം ജോലികളായിരുന്നു. ഇപ്പോൾ അതൊന്നും എല്ലാം ഈസി പരിപാടി ആയപ്പോഴേക്കും നമ്മളൊക്കെ ജിമ്മിൽ കൊണ്ട് പൈസ കൊടുക്കണം. കുറച്ച് നാളാകുമ്പോൾ 30 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് കൊളസ്ട്രോളായി ഷുഗറായി ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. അങ്ങനെ കുറച്ച് സമയം വെള്ളം കോരിയപ്പോൾ തന്നെ കൈയൊക്കെ ഒരു ചെറിയ വേദനയുണ്ട്. കാരണം ശരീരമൊന്നും ഒരു എക്സസൈസും ഇല്ലാതിരിക്കുകയല്ലേ. അങ്ങനെ ഇനി നമ്മൾ കാർ എടുക്കാനായിട്ട് പോവാനായിട്ട് ഇരിക്കുകയാണ്. ഇനി കാർ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടിട്ടിട്ട് വേണം കിണർ വെള്ളത്തിൽ കാറൊന്ന് കഴുകി എടുക്കാനായിട്ട്. നമ്മളെ കാറായിരുന്നാലും കിണർ വെള്ളത്തിലൊന്നും കുളിച്ചിട്ടില്ല. അപ്പോൾ അനന്തുവിനും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇവിടെ വരുമ്പോൾ വെള്ളം കോരാനായിട്ട്. നന്ദുവും ഇതുവരെ അവളും വെള്ളം കോരിയിട്ടില്ല. അപ്പോൾ കേശു കണ്ടില്ലേ, കേശുവിനെ പേടിയാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും താഴെ നിർത്തിയിട്ട് അവനും വെള്ളം കോരണം, മോനും. അനന്തു എന്തൊക്കെ പരിപാടി ചെയ്യും അതൊക്കെ കേശുവിനും ചെയ്യണം. അപ്പോൾ കേശുവിനെ താഴെ നിർത്തിയിട്ട് അവിടെ നിന്നാണ് അതിലാണ് കയറിങ്ങനെ വലിച്ചു കൊടുക്കുന്നത്. അവിടെ നിന്ന് വലിച്ചങ്ങ് എടുത്തോളാൻ പറയും. അങ്ങനെ നന്ദുവിനും ഒരു കൊതി തോന്നി വെള്ളം കോരാനായിട്ടാണ് അവളും അങ്ങോട്ടങ്ങ് എണീച്ച് വന്നത്. അങ്ങനെ കണ്ടില്ലേ, നന്ദുവും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വെള്ളം കോരണത്. അവളും പറയുന്നുണ്ട് നല്ല ഈസിയാണെന്ന് കോരാനായിട്ട്. ചെറിയ തൊട്ടിയും നല്ല കപ്പിയൊക്കെ നല്ല പരുവായിട്ടിരിക്കുകയാണ്. എണ്ണയൊക്കെ ഇട്ട് നല്ലതാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കോരിയെടുക്കാം. പിന്നെ ഈ വല്ലപ്പോഴും ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടവും ഒരു ആകാംക്ഷയും ഒക്കെയാണല്ലോ. എന്നും ആകുമ്പോഴാണ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ മടുക്കണത്. അപ്പോൾ വെള്ളത്തിന് നല്ല തണുപ്പുമാണല്ലോ. അപ്പോൾ കേശവമ്മ നല്ല തണുപ്പ് വെള്ളം എന്നും പറഞ്ഞ് മുഖമൊക്കെ കഴുകട്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ പോയി കാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കാർ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ഇനി കാറ് കഴുകിയെടുക്കണം. കുറച്ച് നാളായി കുറച്ച് നാളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ശനിയാഴ്ച കഴുകിയിട്ടതാണ്. ഭയങ്കര പൊടിയാണ് അവിടെ. നമുക്ക് റോഡ് സൈഡും കൂടെയൊക്കെ അല്ലേ, ഭയങ്കര പൊടിയാണ്. എത്ര കഴുകിയിട്ടാലും 2 ദിവസം കഴിയുമ്പോഴേക്കും ഫുള്ള് പൊടിയാവും. അതുമല്ല, നമ്മൾ സ്കൂട്ടറോ കാറോ ബുള്ളറ്റോ ഒക്കെ സർവീസ് ചെയ്യണമെന്ന് നോക്കിയിരിക്കുകയാണ് മഴ. അത് അച്ചട്ടാണ്. മിക്കവാറും കാറ് കഴുകി സർവീസൊക്കെ ചെയ്ത് കൊണ്ടിടണേണ്ടെന്ന് ഉറപ്പാണ് മഴ പെയ്യും. പിന്നെ ഈ എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ദിവസം നല്ലൊരു ദിവസമാണല്ലോ.
നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറേ കഥകളൊക്കെ പറഞ്ഞു, കുറേ പേര് കുറ്റമൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അല്ലാണ്ട് പിന്നെ അത് കഴിയുമ്പോഴേക്കും പിന്നെ എല്ലാവരും അങ്ങ് അവരവരെ കാര്യങ്ങൾ നോക്കി പോവുകയല്ലേ. അപ്പം നമ്മൾ എപ്പോഴും ഇതുപോലുള്ള ഒത്തുചേരലുകൾ നമ്മളെ മക്കൾക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ വന്ന് നമ്മൾ സാധിപ്പിച്ച് കൊടുക്കണം. പണ്ട് നമ്മളും ഇങ്ങനെ അല്ലായിരുന്നോ, എല്ലാവരും കൂടെ എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടുന്ന ദിവസം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഭയങ്കര സന്തോഷമാണല്ലേ കുഞ്ഞമ്മമാരെ മക്കളെ എല്ലാവരും കൂടെ വരുമ്പോഴേക്കും. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 6 പേരായിരുന്നു. 6 പേരെന്ന് വെച്ചാൽ അമ്മയ്ക്ക് 2 അനിയത്തിമാർ. അപ്പം നമ്മൾ എല്ലാവർക്കും ഈ 2 മക്കളെ വെച്ചാണ്. അപ്പം നമ്മൾ 6 പേരിൽ ഞാനാണ് ഏറ്റവും മൂത്ത ആൾ. അപ്പോൾ എല്ലാവരും കൂടെ ചേരണേൻ്റെ അന്ന് ഒരു ബഹളമാണ്. നമ്മൾ രാത്രി ഉറങ്ങിയൊന്നുമില്ല, ഓരോന്ന് പറഞ്ഞും ചിരിച്ചും ഒക്കെ ഒരു മേളമായിരിക്കും. അപ്പോഴേക്ക് അമ്മേരെന്നും അമ്മാമ്മേരെന്നും ഒക്കെ വഴക്ക് കേട്ടുകൊണ്ടിരിക്കും. ചുമ്മാ ചിരിക്കാതെ കിടന്ന് ഉറങ്ങി പിള്ളേരെന്ന് പറയും. എന്നാൽ എവിടെ നമ്മൾ കേൾക്കും, പറച്ചിലും ചിരിയും. ഒരു 12:30 1 മണിയെങ്കിലും ആവും എല്ലാവരും ഉറങ്ങാനായിട്ടൊക്കെ ആയിട്ട്. അങ്ങനെ കാറ് കഴുകാനായിട്ട് നിന്നാൽ അപ്പോഴും കേശുവിനും കഴുകണം കാറ്. അങ്ങനെ മോനും കൂടെ നിൽക്കുകയാണ് കാറൊക്കെ കഴുകാനായിട്ട്. ഈ പറയും പോലെ പൈപ്പിൽ വെള്ളം ഇല്ലാത്തത് കൊണ്ട് കിണറ്റിൽ നിന്ന് കോരിക്കോരി വേണം കാറ് കഴുകുക. അപ്പം നമ്മൾ മാറി മാറി കോരിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ആവേശമൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പോയി. ഇങ്ങനെ ഒരുപാട് വെള്ളം വേണമല്ലോ. കോരി വന്നപ്പോഴേക്ക് 2 കൈയും വേദനയായി. കേശുവിനാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടുമ്പോഴേക്ക് എന്തേലും കുണ്ടണി കാണിച്ചില്ലെങ്കിൽ ഭയങ്കര എന്തോ പോലെയാണ്. അതുകൊണ്ട് അവൻ ഇങ്ങനെ 5 മിനിറ്റ് വെച്ച് ഇങ്ങനെ നോക്കും എന്താ കുണ്ടണി കാണിക്കാമെന്ന്. അങ്ങനെ നിൽക്കുകയാണ് ആളവിടെ. എന്താ ഇനി ആ ചേട്ടൻ ഇങ്ങനെ കാറ് കഴുകി ഓരോ സൈഡായിട്ട് തുടച്ചുകൊണ്ട് വരും. കേശു വീണ്ടും അവിടെ വെള്ളം കോരി ഒഴിക്കും. അപ്പോൾ 2-3 വട്ടം വഴക്ക് കിട്ടി അടി കിട്ടാറൊക്കെ ആയതാണ്. ഇപ്പം പനി വന്നതിന് ശേഷം ഞാൻ ഇതുവരെ അടി കൊടുത്തില്ല. അതിൻ്റെ എല്ലാ കുറുമ്പും അവൻ്റെ കയ്യിലിപ്പോൾ കൂടുതലാണ്. അങ്ങനെ ചേട്ടനൊക്കെ ഫുഡ് കഴിച്ചതാ എല്ലാവരും ഉറങ്ങാനായിട്ട് കിടക്കുകയാണ്. അച്ഛനും അമ്മയും എന്താ ഇവിടെ ഇറയത്താണ് കിടക്കുന്നത്. പരമ്പൊക്കെ ഇട്ട് 2 ആളും അവിടെ കിടക്കാമെന്ന് വിചാരിച്ച് അമ്മയും നന്ദും ദാ ആ മുറിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അവരവിടെ കിടക്കുകയാണ്. കേശുവും ചേട്ടനും അനന്തവും കൂടെ അങ്ങറ്റത്തൊരു മുറിയുണ്ട്, അവിടെയാണ് അവർ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മ അവിടെ കൊതുകൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊതുക് തിരിയൊക്കെ കത്തിച്ച് വയ്ക്കുകയാണ്. ഞാനും രമ്യ ചേച്ചിയും ദാ ഈ മുറിയിലാണ് കിടക്കാനായിട്ട് പോണത്. ഇവിടെ ഒരു റൂമിലാണ് ദാ ഇവർ 3 ആളും കിടക്കണത്. കണ്ടില്ലേ, സമയം 11:30 ആയി. ഇനിയെങ്കിലും ഒന്ന് കിടക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.